ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബസ് സിമുലേറ്റർ കേരളയുടെ ഒരു റിവ്യൂവുമായിട്ടാണ്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി അറിയാത്തവർക്ക് നമ്മുടെ ഗെയിമർ സയൻസ്, നമ്മുടെ ബസ്സിലെ അത്യാവശ്യം നല്ല ഒരു യൂട്യൂബ് ചാനലാണ് ഗെയിമർ സയൻസിൻ്റെ ഓണറായിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനായിട്ടുള്ള അജാസിക്ക കോഡ് ചെയ്ത് 3D ചെയ്തൊരു ഗെയിമാണ് ബസ് സിമുലേറ്റർ കേരള. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മാപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻബിൽഡ് കേരള മാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയ കുറച്ച് ഗെയിമുകളിൽ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു ഗെയിമായിരുന്നു VSK. ഈ ഗെയിം കുറച്ചധികം നാളായിട്ട് തന്നെ ഈ ഗെയിമിൻ്റെ വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്നത് കാരണം അജാസിക്ക് ഒരു കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പഠിക്കാൻ വേണ്ടി, അതായത് ഗെയിം ഡെവലപ്മെൻറ്റിനെ പറ്റി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിരുന്നതുകൊണ്ട് നമുക്ക് ഈ ഗെയിമിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് 2 അപ്ഡേറ്റ് എങ്ങാണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളവർ പിന്നീട് ഇതിന് പ്രത്യേകിച്ച് വലിയൊരു അപ്ഡേറ്റായിട്ട് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അധികം ആരും അറിയാണ്ട് തന്നെ ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ ഗെയിം അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം വളരെ യാദൃശ്ചികമായിട്ട് യൂട്യൂബിലൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ഇത് അറിയുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ ഒരു റിവ്യൂ ഇടാമെന്ന് കരുതി. കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ ഒരു പേഴ്സണൽ കാരണമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പോകുന്ന വഴി പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്ന എല്ലാം ചെയ്യുക. താഴെ കമൻസ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റി ഗെയിംസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂഡ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചുമ്മാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണിപ്പോൾ ഇൻ്റർഫേസ് ആയിട്ടുള്ളത്. നേരത്തെ നമുക്ക് ഇത്ര ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. കയറുക 3-4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ, ദെൻ ഡ്രൈവ്. ഇപ്പം നമുക്ക് കണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്രീ ഡ്രൈവ് ഉണ്ട്, അത് ഞാൻ ഇപ്പം ഞെക്കുന്നില്ല. ഗ്യാരേജ് ഉണ്ട്. അപ്പം ഗ്യാരേജിൽ ഈ ഒരൊറ്റ വണ്ടിയാണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ സ്കിൻ ഇവിടെ ആഡ് ചെയ്യാനുള്ളതുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പുള്ളിയുടെ ചാനലിൽ നേരത്തെ റിവ്യൂ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം, ചെക്ക് ചെയ്താൽ മതി. പിന്നെ എനിക്ക് തോന്നുന്നൊരു വലിയ അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ ഇവിടെ കുറേ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കും, ചെരിച്ചേക്കാം. അപ്പം ഗ്രാഫിക്സിന് ഇവിടെ നല്ലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ഹൈ സെലക്ട് ചെയ്ത് വെക്കാം. എക്സർ ക്വാളിറ്റി ഹൈ, ഫ്രെയിം റേറ്റ് 30 മതി, ഷാഡോ ഓൺ ഇരിക്കട്ടെ. ഓക്കെ, അതത്ര അവിടെ നിന്ന് വെച്ചുകൊണ്ട് ഞാൻ കൺട്രോൾസ് എടുക്കാം. കൺട്രോൾസിനകത്ത് സ്റ്റിയറിംഗ് മോഡ് കണ്ട് വീല്, ബട്ടണ്, ടിൽറ്റ്, നമുക്കൊരു പ്രോപ്പർ സിമുലേഷൻ ഗെയിം മൂലം തന്നെ തന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് അലൈൻമെൻറ്റ് ലെഫ്റ്റ് റൈറ്റ്, അപ്പോൾ ഞാൻ ലെഫ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പ്രോഗ്രസീവ് പെഡൽസ് അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല, അത് നമുക്ക് ഓൺ വെച്ചേക്കാം. വെഹിക്കിള് ഓട്ടോമാറ്റിക് ഓണ് ഓഫ്, അതെന്തെങ്കിലും മിറർ ഓൺ. അപ്പം അതത്രയും കൊടുത്തിട്ട് ഞാൻ സെറ്റിങ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോസ് അടിച്ചപ്പോൾ എല്ലാം പോയി. അപ്പോൾ ഇനി എനിക്കൊന്ന് ഫ്രീ ഡ്രൈവ് ആയിരിക്കണം ഞെക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ഡ്രൈവ് ഞെക്കി. അപ്പം ഇതാണ് പുതിയ ഇൻ്റർഫേസ്. ആഡുണ്ട്, യൂണിറ്റിയുടെ ഇൻബിൽഡ് ആഡാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പഴയ ഒരു ലോഡിങ് ഇൻ്റർഫേസ് തന്നെ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബസ് സിമുലേറ്റർ കേരള തൊട്ടുള്ളത്. അപ്പം അതാണ് ഞാനിനി ഈ ഗെയിമുമായിട്ട് എനിക്ക് പേഴ്സണലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് പറയാം. കാരണം ഞാൻ ബസ്സിനേക്കാട്ടിലും കൂടുതൽ കളിച്ചിട്ടുള്ളത് ഈ ഒരു ഗെയിമാണ്. ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഗെയിം വോളി ഒന്ന് കുറച്ചോട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റിങ്സിന് ഓപ്ഷനിൽ ഗെയിം വോളി നല്ല ഒച്ച എന്ന് വെച്ചാൽ പ്രോപ്പർ ഒരു BS3 ലൈലൻ്റൊക്കെ പോലത്തെ ഒരു ഒച്ച ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒച്ച. അത്യാവശ്യം ഫ്രെയിം റേറ്റൊക്കെ നല്ല രീതിയിൽ എൻ്റെ ഫോണിൽ കുറവായിരിക്കും. കാരണം ഈ ഒരു കുറേ ആപ്ലിക്കേഷൻ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി, ഞാൻ അതുകൊണ്ട് മാത്രം എടുത്തതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു സ്റ്റോക്കായിട്ടുള്ളൊരു ഇൻ്റർഫേസ്. ഏതോ ഒരു പറമ്പി വണ്ടി നിർത്തിയിട്ടേക്കാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ തന്നെ ക്യാമറ റൊട്ടേഷൻ ഓപ്ഷനാണ്. ഓക്കെ, പറമ്പല്ലായിരുന്നു കേട്ടോ, ഗ്യാരേജ് ആയിരുന്നു. എന്തോ ഒരു ഗ്യാരേജാണ്. നല്ല ലാഗുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ അറിയാതെ സെറ്റിങ്സ് അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് കൂട്ടിയിട്ടാണ് എടുത്ത്. വീഡിയോ റെക്കോർഡിങ് ഞാൻ ഓർത്തില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ മൊബൈൽ ഡാറ്റ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അത് കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തേക്കും. പിന്നെ ഇവിടെ കുറേ പുതിയ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് തന്നെ ഹെഡ്ലൈറ്റ് ആണ്. ഓക്കെ, ഹെഡ്ലൈറ്റ് ഇതെന്ത്? ഓക്കെ, ഹെഡ്ലൈറ്റ് ഞെക്കിപ്പിടിക്കാതെ പാസ്സാണ്. അപ്പോൾ എന്താണ്ട് പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഹോൺ കൊടുത്തിട്ടുണ്ട്. ഹോൺ അപ്പം നമ്മുടെ ബസ്സിഡ് പോലെയല്ല, ഞെക്കിപ്പിടിക്കണം. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതുണ്ട്. പിന്നെ താഴെ നമ്മുടെ ക്രെയിൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിടിച്ച് എണ്ണീപ്പിക്കാനുള്ള. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ഏതാടാ കത്തുന്നത്? ഇപ്പുറത്തെ കത്തുന്നത്. അടുത്ത എൻ്റെ ഫസാഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതാണെന്ന് ഹെഡ്ലൈറ്റ്.
ഓക്കെ, അതായിരുന്നു ഹെഡ്ലൈറ്റ്. അപ്പം ഡിമ്മുണ്ട്, ബ്രൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതേതാ 4ാമത്തെ ഓപ്ഷൻ? എനിക്ക് അറിഞ്ഞൂടെ, എല്ലാം കൂടെ കത്തുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ വൈപ്പർ ഇത്തവണ ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ബോഡി ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇത് ഏത് പ്രൈവറ്റ് ബസ് ആണെന്ന് മാത്രം അറിയാം. ഇത് ഈ ഗെയിം തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് ഈ പ്രൈവറ്റ് ബസ് തന്നെയാണ് കളിച്ച് ശീലമുള്ളത്. ഓക്കെ, വൈപ്പർ 2 സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 2 ന്യൂട്രൽ എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരെണ്ണോടുണ്ട് ന്യൂട്രൽ, ഒരെണ്ണോട് ഒരു സാധനം കൂടെ കാണിക്കുന്നുണ്ട്. ഓ, അത് ഗിയറാണ്. ഓക്കെ, ഗിയർ കൗണ്ടാണ്. ലൈക്ക് നമ്മൾ എത്രാമത്തെ ഗിയറിലാണ് പോകുന്നതെന്നുള്ള ഗിയർ കൗണ്ടാണ്. പിന്നെ അതിൻ്റെ ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്തവണ ഡോറൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ BSKയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ അപ്ഡേറ്റ് വരെ ഡോറ് തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ഓക്കെ, അതിൻ്റെ താഴെ ഡ്രൈവിംഗ് പെഡലിൻ്റെ താഴെ എന്തോ ഒരു ലൈക്ക് ഉണ്ട്, ട്രയൽ വേർഷൻ എന്തോ ഒരു സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്ക്രീൻ ഫുൾ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. ഓക്കെ, സെൻറ്ററിൽ നമ്മുടെ സ്പീഡ് നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക് ആണെന്ന് തോന്നുന്നു. പക്ഷേ വണ്ടി എങ്ങും അങ്ങനെ നിർത്തേണ്ട നമുക്ക് ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇത് ബ്രൈറ്റ്നെസ് ലോക്കാണെന്ന് തോന്നുന്നു. പിന്നെ ക്യാമറ ആംഗിൾ, ഏറ്റവും മുകളിൽ ക്യാമറ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്നൊരു ആംഗിൾ, ഇൻറ്റീരിയറിൽ ഓക്കെ പാസഞ്ചർ. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ, BSKയിൽ വന്നൊരു അപ്ഡേറ്റ് ആണ്. ഇത് ഫസ്റ്റ് ടൈമാണ്. നമ്മുടെ എനിക്കൊന്നും വേറെ ഒറിജിനൽ ബസ് ഗെയിംസിലൊന്നും ഇല്ല. എനിക്കൊന്ന് ബെസ്ഡ് ETS2 എങ്ങാണ്ടുണ്ട്. ബെസ്ഡിൽ ഈ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് അറിയത്തില്ല. ഇപ്പം പിന്നെ ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനൊരു ആംഗിൾ എടുത്തേക്കാന്നല്ലാണ്ട് ഇല്ല. പിന്നെ നമ്മുടെ നോർമൽ. ഓക്കെ, ഇനി നമുക്ക് ഡോറൊന്ന് അടച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. ഓക്കെ, ചെറിയ മണ്ടത്തരങ്ങൾ. ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ലൊരു എൻജിൻ സൗണ്ടും അത്യാവശ്യം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാഫിക് നല്ല രീതിയിലുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ലാഗ് എനിക്കടിക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ കാണിച്ച മണ്ടത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ല രീതി ഫ്രെയിം റേറ്റ് കൂട്ടിയിട്ടാണ് എടുത്തത്. ഓക്കെ, വണ്ടിയാണ് നല്ല രീതി ഈ വർഷം ട്രാഫിക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതി വണ്ടി ട്രാഫിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇടിക്കുന്നതിന് സൗണ്ടൊന്നും കേട്ടില്ല. ലൈക്ക് നമുക്ക് ഇടിച്ചായിട്ട് കൂട്ടണ്ട. ഓക്കെ, സോ നമുക്ക് മാപ്പ് കാണത്തക്ക രീതി ഓടിക്കാം. ഓക്കെ, അപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൈന്യൂട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. മറ്റേ ഇലക്ട്രിക് കമ്പിയും പോസ്റ്റും ലൈനിങ്ങും ലൈക്ക് ഒരു പ്രോപ്പർ കേരള മാപ്പ് പോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ ഈ ഗെയിമിൻ്റെയൊക്കെ ആദ്യമായിട്ടൊരു സാധനം റിവ്യൂ ചെയ്യാവുന്നത്, അതും ഇങ്ങനെ 4 പേര് കാണത്തക്ക രീതിയിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പോൾ മാപ്പിന് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു. ലൈക്ക് BSKയുടെ ഫസ്റ്റ് വേരിയൻ്റ് തൊട്ട്, അതായത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അല്ലാണ്ട് പുള്ളി വേറെ എങ്ങനെയോ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കൊരു ട്രയൽ വേർഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് തൊട്ട് കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ ഇതായിട്ട് പറയുകയാണ്, ഇങ്ങനൊന്നുമേ അല്ലായിരുന്നു BSK. നല്ല അടിമുടി മാറ്റിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൂടെ പാസ് ചെയ്യുന്ന വണ്ടികളുടെ 3D ആണെങ്കിലും ശരി നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ BSKയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് വലിയ മാപ്പ് മോഡോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ പോകുന്ന വണ്ടികളുടെ എല്ലാം ലിവറി മാറ്റാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഗെയിമർ ചങ്ക്സിൻ്റെ ചാനലിൽ ഇട്ടപ്പോണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ ഏതൊരു അപ്ഡേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗെയിമർ ചങ്ക്സ് ചാനലിൽ നോക്കിയാൽ മതി. അപ്പം ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം ചാനലിലേക്കുള്ള. പിന്നെ നമുക്കിവിടെ നല്ല രീതിയിൽ ട്രാഫിക് ഡെൻസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഗെയിമർ ചങ്ക്സ് BSK ഫസ്റ്റ് ടൈം ഇറക്കുന്ന ടൈമിൽ ട്രാഫിക് ഇല്ലായിരുന്നു. ഗെയിമിൽ ട്രാഫിക് ഇല്ലായിരുന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഈ റോഡ് എല്ലാം ക്ലിയർ ആയിരുന്നു. വേരിയൻ്റ് 2 ഇറക്കിയ സമയത്ത് നമുക്ക് ട്രാഫിക് ഡെൻസിറ്റി ഇത്തിരിയുടെ കൺട്രോൾ ഉണ്ടായിരുന്നു. ഇത്തവണ ശരിക്കും ട്രാഫിക് നമ്മുടെ കറക്റ്റ് കേരള മോഡിലാണ്. നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്തൊക്കെ പോകാൻ. തൽക്കാലം ഇപ്പം ഇവിടെ ആരും നമ്മളെ പിടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോവാം. നമ്മുടെ നാട്ടിൽ ഷാലിമാരൊക്കെ ഓടുന്നുണ്ട്. ഇത് എൻ്റെ നാട്ടിലെ വണ്ടിയൊന്നും അല്ല, പക്ഷേ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് പേരൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പം മലയിൽ കൂടെ ഒക്കെ പോവുക, കാരണം റോഡൊന്നും കാണുന്നില്ല. റോഡ് അങ്ങേ കാണുന്നു ദൂരെ. ഇതാന്ന് തോന്നുന്നു ഈ ഏരിയയിലൂടെ ഏറ്റവും തിരക്കില്ലാതെ ആരെയും ശല്യം ഉണ്ടാക്കാതെ പോകാനുള്ള വഴി. അപ്പം നമുക്ക് തിരിച്ച് റോഡിലെത്താം. ഇവിടെ എവിടെയോ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി പറയാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ പോകുന്ന വഴി നമുക്ക് ഈ BSK ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു സമയത്ത് നമുക്ക് ബസ്സിഡ് ലൈക്ക് ഒരു എത്രയൊക്കെ നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്താലും ഒരു ഇന്തോനേഷ്യൻ ഗെയിം തന്നെയാണ്. അതിൽ നിന്നും മാറി നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കേരള ഗെയിം എന്നുള്ളൊരു ആഗ്രഹമാണ് BSKയിലേക്ക് എത്തിച്ചതെന്നാണ് തോന്നുന്നത്. ഇത് ഇറങ്ങിയ ടൈമിൽ ഇത് അത്യാവശ്യം നല്ല രീതി ലൈക്ക് റെവല്യൂഷണറി ആയിരുന്നു. കാരണം കേരളത്തിലെ വണ്ടികൾ നമുക്ക് ഒരു മാപ്പ് മോഡിൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്ക് കേരളത്തിലെ ആ ഒരു ലുക്കിൽ തന്നെ ഒരു ഗെയിം എന്നുള്ളത്. പക്ഷേ ഇപ്പം ഇതിന് വലിയ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്ര ഒരു നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ട് അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റാൻഡ് കണ്ടുപിടിക്കാനുള്ള പരിശ്രമം അങ്ങ് നിർത്താൻ പോകുന്നു. കാരണം ഇത് ഒത്തിരി പോവേണ്ടി വരും, വീഡിയോ ഒത്തിരി ലോങ് ആവും.
അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം ലൈക്ക് മാപ്പ് എന്തോരം വലുതാക്കിയിട്ടുണ്ടെന്ന്. കാരണം ആദ്യത്തെ BSKയിൽ കൃത്യം നമുക്കൊരു 10-11 മിനിറ്റിനകം തന്നെ ഫുള്ള് മാപ്പ് നമുക്ക് കണ്ടു തീർക്കാമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ലൈക്ക് ഇപ്പം ഇത് നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുഞ്ഞു ഇടവഴിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാപ്പ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ സർക്കിളിൽ പോവുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. പക്ഷേ ഞാൻ ഇതുവരെ നമ്മുടെ ഷെഡ് കണ്ടിട്ടില്ല, അപ്പം ഞാൻ സർക്കിളിലല്ല എന്ന് ഉറപ്പാണ്. പിന്നെ ലൈക്ക് ഈ ട്രാഫിക് ഡെൻസിറ്റി തന്നെയാണ്. ഇത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ കൊള്ളായിരുന്നു. കാരണം ഇത് ഒട്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കണ്ട ഒരു വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം ഇനി എനിക്ക് ഈ ഗെയിമിൽ വരുത്താൻ പറ്റുന്ന കുറച്ച്, എനിക്കല്ല ലൈക്ക് ട്രാഫിക് സിഗ്നലൊക്കെ ആഡ് ചെയ്തു കേട്ടോ. ഇതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം വണ്ടി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വന്നത്. ഇതുണ്ട് ട്രാഫിക് സിഗ്നൽ ലൈക്ക് ഇത് കുത്തി നിറച്ചാണ്. വണ്ടി ഇടിക്കുന്നുണ്ട്, ക്രാഷൊക്കെ ഉണ്ട് വണ്ടി. അപ്പം വണ്ടിയുടെ ടോട്ടലി ഉള്ള അൽഗോറിതം ഒക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ വഴിയെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. നമുക്കെന്താണേലും ഇങ്ങോട്ട് പോയി നോക്കാം. അപ്പം ഈ മാപ്പൊക്കെ ഉണ്ടാക്കുന്ന പുള്ളി എനിക്കൊന്ന് ലൈവും കാര്യങ്ങളൊക്കെ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനലൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഇപ്പം എനിക്ക് എന്നെ കണ്ടിൽ സപ്പോർട്ടുണ്ട്, എന്നാലും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പറയണമല്ലോ. പിന്നെ എനിക്ക് ഈ ഗെയിമിനെ പറ്റി ഇനി പറയാനുള്ളത് ലൈക്ക് എന്തായാലും അജാസിക്ക് ഇത് കാണുവാണെന്നുണ്ട് നമ്മുടെ പഴയ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് BSK ഉണ്ടായിരുന്ന ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ക പെർഫെക്റ്റ് ആയിരുന്നു. കറക്റ്റ് നമുക്കൊരു BS3 വണ്ടി ഓടിക്കുന്ന സെയിം ഒരു ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് ആ പുള്ളപ്പ് പെഡലും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ നമ്മുടെ ഈ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റവും എല്ലാം ഇപ്പം വല്ലാണ്ടങ്ങ് ലൈക്ക് ഒരു ആൻഡ്രോയിഡ് ഗെയിമിൽ നമുക്കൊരു നമ്മൾ നോർമൽ സാധാരണ കളിക്കുന്ന ഒരു ഗെയിം ഫീൽ തന്നെ വരുന്നുണ്ട്. എന്നാൽ ഇതിന് മുന്നേ നമുക്ക് കറക്റ്റ് ഒരു ഒറിജിനൽ ബസ്സിൻ്റെ തന്നെ ഒരു ഏകദേശം അടുത്ത് വെക്കാവുന്ന ഒരു കൺട്രോളിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ ഈ ടെക്സ്റ്റേഴ്സ് ലൈക്ക് ഈ കൺട്രോൾസിൻ്റെ ടെക്സ്റ്റേഴ്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൽ കൊള്ളാറുണ്ട്. ലൈക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് കണ്ടിട്ട് നമുക്കൊരുമാതിരി യൂണിറ്റിയിൽ ബേസിൽ ചെയ്ത പോലൊരു ഫീലിങ് നമുക്ക് യൂണിറ്റി അതായത് ഇത് കണ്ട ഇടവഴിയൊക്കെ തിരിഞ്ഞ് വണ്ടികൾ ആവശ്യം പോലെ പോകുന്നുണ്ട്. ഈ ഇടവഴി ഒക്കെ നമുക്ക് കുറച്ച് നേരം എന്നാൽ ഓഫ് റോഡൂടെ പോയിട്ട് സംസാരിക്കാം. അവർ വണ്ടി പുറകെ കൊണ്ടു നിർത്തി. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സാറ് കുഴപ്പം. എവിടെയെങ്കിലും വണ്ടി നിർത്തി അന്നേരം മൂട്ടി കൊണ്ടുവന്ന് നിർത്തും. പക്ഷേ വണ്ടിയുടെ ഫിസിക്സ് ഒക്കെ നൈസാണ് കേട്ടോ. ലൈക്ക് വണ്ടിയുടെ ഈ കൺട്രോൾ ഭാഗം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഫിസിക്സ് വളരെ നൈസാണ്. കാരണം ആ ഒരു സസ്പെൻഷൻ ആയിക്കോട്ടെ, വണ്ടിക്ക് നോർമലി കിട്ടുന്ന റിഫ്ലക്ഷൻ തന്നെ വളരെ ഒറിജിനാലിറ്റി ഉള്ളതാണ്. ലാഗാണ്, എനിക്ക് നല്ല രീതിയിൽ ഫ്രെയിം റേറ്റ് ലോസ് ആവുന്നുണ്ട്. അത് തന്നെ ഞാൻ ആദ്യമേ ആവേശം കാണിച്ച റെക്കോർഡിങ്ങിൻ്റെ കൂടെ ഹൈ സെറ്റിംഗ് കൂടി ഇട്ട് വെച്ചിട്ട് മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇത്ര ലാഗ് വരേണ്ടതല്ല. പിന്നെ കണ്ട ആ റോഡാണെങ്കിലും ശരി, ആ കുലുക്കമാണെങ്കിലും ശരി, എല്ലാം നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഗെയിം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഈ കാണുന്നതിനൊപ്പം തന്നെയാണ് ഞാൻ ഈ ഗെയിം കളിച്ച് നോക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഒരു പ്ലെയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചെന്നറിയത്തില്ല, നമ്മൾ കുറച്ച് മുന്നേ ഒരു ട്രാൻസ്ഫോമറൊക്കെ കണ്ട അതുവരെയും ഇല്ല, പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാം മൈന്യൂട്ട് കാര്യവും കറക്റ്റ് കേരളം പോലെ ആക്കാൻ ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കണ്ട നമ്മുടെ ഈ നാട്ടിലൂടെയുള്ള ഈ തെങ്ങുംതോപ്പ് വഴി എല്ലാം കൃത്യം വീടുകളായിക്കോട്ടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ലൈക്ക് ആക്സിഡൻ്റ് ഒക്കെ പോലെ കുറേ പ്ലെയർ അൽഗോറിതംസ് ഒക്കെ ഇനി റെഡി ആവാനുണ്ട്. അതൊക്കെ പഠിച്ചു വരുന്നതിനനുസരിച്ച് റെഡിയാക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ഈ കൺട്രോളിങ് ടെക്സ്റ്റേഴ്സ് ലൈക്ക് ഇത് വല്ലാണ്ട് ബേസ് ആയിട്ട് തോന്നുന്നു. കാരണം ഇത്രയും നല്ലൊരു 3D ഉള്ള ഗെയിമിന് ഇത്രയും ബേസ് ആയിട്ടുള്ളൊരു കൺട്രോളിങ് ഇൻ്റർഫേസിനേക്കാട്ടിലും നല്ലത് കുറച്ചുകൂടെ നല്ലൊരു ഇത്തിരി കാണാൻ ഇത്തിരി കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്. കാരണം ഗെയിം പ്രൊഫഷണൽ ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൺട്രോളിങ് ഇൻ്റർഫേസ് അത്രയും ലെവലിൽ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ഇതിന് വരെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് വരെ ഒരു BS2ൻ്റെ ടെക്സ്ചർ കൊടുത്തൊരു BS4 ടൈപ്പ് 2ൻ്റെ ഒരു ടെക്സ്ചർ കൊടുത്തൊരു സ്റ്റിയറിംഗ് വീലും ലൈക്ക് ഈ ഒരു ഗിയർ ഇങ്ങനെ ഇടുന്നതിന് പകരം ലൈക്ക് ഒരു മാനുവൽ ഗിയർ ബോക്സിങ്ങും അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ആ ഒറിജിനൽ ഗിയർ ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു ടെക്സ്ചറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊടുത്തിട്ട് താഴെ കറക്റ്റ് ഒരുമാതിരി നമ്മളിലെ സ്പീഡോമീറ്ററി നോക്കി അതെല്ലാം കണ്ടെത്തുന്നതിൻ്റെ കൂട്ട് ആ സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ ഇപ്പോൾ ഈ പ്ലേയിങ് ലുക്ക് നല്ല രീതിയിൽ മാറുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ എന്തായാലും ഭാവി അപ്ഡേറ്റ് വരുന്നതാണ്. പിന്നെ നമ്മളൊരു പ്ലെയറായിട്ട് ഒരു റിവ്യൂ പറയുമ്പം നമുക്ക് പ്ലെയേഴ്സിന് വേണ്ട കാര്യം പറയണമല്ലോ. പിന്നെ ഉറപ്പായിട്ടും ഭാവിയിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ മോഡ്സും കുറച്ചുകൂടെയൊക്കെ ലൈക്ക് ആക്സസിബിലിറ്റിയും ഗെയിമിൽ ഇനി ആവശ്യമുണ്ട്. ഇത് നോക്ക് കൂളായിട്ടൊക്കെ ചരിഞ്ഞ് കയറി പോകുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഗെയിമിനെ പറ്റി പറയാം. നിങ്ങൾ ലൈക്ക് ബെസ്റ്റ് ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഉറപ്പായിട്ട് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. കാരണം നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രൂ ആയിട്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് തന്നെ അതിൽ നിന്ന് അവർക്ക് ഓരോരോ ലൈക്ക് ഓരോരോ നല്ല നല്ല
സജഷൻസ് പറയാൻ പറ്റും. ഇപ്പം തന്നെ ഞാനിത് കളിച്ച് നോക്കിയിട്ട് എനിക്ക് ഇത്ര സജഷൻ പറയാൻ പറ്റി. അതേപോലെ നിങ്ങളും നിങ്ങളുടെ വിലയേറിയ സജഷൻസ് അവർക്ക് കൊടുക്കുക. അവർക്കതിന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോർ ലിങ്കാണ്. പിന്നെ നിങ്ങൾ തപ്പിപ്പോണ്ട എന്ന് കരുതിയാണ് ഞാൻ കറങ്ങി നമ്മൾ വന്നിടത്ത് തന്നെ എത്തിയൊരു എഫക്റ്റ്. പക്ഷേ എന്നാൽ മാപ്പെല്ലാം വേറെ തന്നെ. അപ്പം ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പം ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മിക്കവാറും നമ്മൾ ഓജാസസ്ത്രം റിലീസ് കഴിഞ്ഞ് വരുന്ന വീഡിയോ ആയിരിക്കും. അപ്പം ആയിട്ടില്ല എന്നുണ്ട് ഉറപ്പായിട്ടും നമ്മൾ അടുത്ത ഏതെങ്കിലും ദിവസം റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇനി റിലീസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിൻ്റെയും കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.